മാഷേ. ആ ജോസോ കേറി വാ. എന്നതാ മാഷ കാര്യം? ഞാൻ വെടി വെച്ചോണ്ടിരുന്നപ്പോഴാ മാഷ് എന്നെ ഫോൺ ചെയ്തത്. വെടി പൊട്ടുകയും ചെയ്തു, ഒന്നിനോട്ട് കിട്ടിയതുമില്ല. ഡാ ജോസേ, നമ്മുടെ കുര്യച്ചന്റെ മോൾക്ക് കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണമെന്ന്. അവക്ക് MS ഓഫീസ് പഠിക്കണം പോലും. ആരുടെ ഓഫീസില്? അതാ നോക്കിയേ, പഠിക്കേ. അവള് പഠിക്കുന്നേ പഠിച്ചോട്ടെ, അതിന് ഞാൻ എന്നാ വേണം? അതെ, അഡ്മിഷൻ ഫീസ് മുൻകൂറായിട്ട് 2000 രൂപ വേണം. അത് കൊടുക്കാൻ വേണ്ടിട്ടാ ജോസേട്ടനോട് വരാൻ പറഞ്ഞേ. അയ്യടി, 2 രൂപ തരില്ല, പിന്നല്ലേ 2000. മിനിഞ്ഞാന്നല്ലേ നീ എന്റെ വീട്ടിൽ വന്ന് കയറി തെറി പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് പണ്ടാരടങ്ങാൻ അന്ന് തന്നെ ഞാൻ ആ കാശ് അവിടെ എത്തിക്കുകയും ചെയ്തു. അത് ഹോസ്പിറ്റൽ ചെലവിലായില്ലേ? എന്റെ അപ്പനെ ഓടിച്ച് കിണറ്റി ചാടിച്ചോണ്ടല്ലേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്റെ അപ്പം കിടപ്പിലായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഈ MS ഓഫീസിനൊന്നും വരില്ല. എന്നെ ആനിമേഷന് വിട്ടേനെ. ആനിമേഷനോ? നീ ആനിമേഷനോ ആടുമേഷനോ എന്നാ വേണേലും ചെയ്തോ, പക്ഷെ എന്റെ നെഞ്ചത്തോട്ട് കയറണ്ട. അതിന് കരയുന്ന എന്നാത്തിനാ? കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. മാഷൊരു കാര്യം ചെയ്യും, ഇവളെ എന്നാ വേണേലും പഠിപ്പീര്, കാശ് ഞാൻ തരാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി പെണ്ണുങ്ങളുടെ കണ്ണുനീര് വീണ് ഈ ട്യൂട്ടോറിയൽ മുടിയണ്ട. മോളിരുന്ന് പഠിച്ചോ, ഞാൻ ഇവനോടൊന്ന് സംസാരിക്കണം. ആ ജോസേ വാ. ഇതിലേണീ മമ്മും കളില്ലേ? ആ ജോസേ, എന്താ ഇതൊക്കെ? കണ്ട പെമ്പിള്ളേർക്കൊക്കെ ചെലവിന് കൊടുത്തോളാന്ന് ഓരോ വാക്കും, പിന്നെ അവരുടെ കരച്ചിലും പിഴിച്ചിലും. ഛേ, നിന്റെ അപ്പന്റെ പേര് നീ കളഞ്ഞു കുളിക്കരുത്. സാറ് വിഷമിക്കണ്ട, നാളെ രാവിലെ ഞാൻ കാശായിട്ടേ വരത്തുള്ളൂ. അവള് നന്നായി പഠിച്ച് മുടിഞ്ഞു പോട്ടെ. ഞാനിവിടെ നിന്ന് എഴുതി പൊക്കോളാം. ഞാനും എന്റെ അപ്പനും കൂടെ ഷാപ്പിൽ നിന്ന് ഇവിടം വരെ അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇവരാണ് ഇവിടുന്ന് അങ്ങോട്ട്. പിടിക്കണ്ട ട്രോമിച്ച പിടി വേണ്ട, എന്താണെന്ന് കയറാന്നല്ലേ ഉള്ളൂ. എടീ സുമിത്രേ, കിളവോ, ഇതാരാന്നറിയോ? ടോമിച്ചൻ, എന്റെ ആത്മാർത്ഥ സുഹൃത്താ, ബെസ്റ്റ് ഫ്രണ്ട്. ഈ വീട് ഞാൻ ടോമിച്ചിന് വിൽക്കാൻ പോവാ. ഇനി അധിക കാലം നീ ഇവിടെ പൊറുക്കത്തില്ലടി. ഉള്ളതാണേ. ആ ടോമിച്ചൻ ഈ വീട് സ്ഥലമൊക്കെ നോക്കിക്കാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കിടക്കട്ടെ. ടോമി സണ്ണിയോ? എന്റെ കഞ്ഞി എടുത്ത് പുറത്തേക്ക് വെച്ചേരെ, ഒത്താ കുടിക്കും. ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഈ രാത്രിക്കല്ല വീട് കാണാൻ വരേണ്ടത്. വീട് മാത്രമല്ല, നിങ്ങളെ ഒന്ന് കാണാമെന്ന് വെച്ചാ. ദയവ് ചെയ്ത് ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കരുത്. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഒത്തു വന്നാ ഈ വീട് വിലക്ക് അങ്ങ് വാങ്ങിക്കാന്ന് വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇവർക്കൊരു ലോട്ടറി അടിച്ചതുപോലെയാ, അല്ലയോ ടോമിച്ച? അതെ അതെ,
ഈ 40 ലക്ഷവും ഇന്നോവ കാറും എന്നൊക്കെ പറഞ്ഞ പോലെ കിടക്കാനൊരു സ്ഥലവും കാവലൊരു പട്ടി. നിനക്ക് ഗൾഫിലോട്ടൊരു വിസയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല. ആ ഒന്ന് പോയാലേ ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കന്നെ ജീവിതം രക്ഷപ്പെടും. സോറി. നിന്റെ ശവം പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കും. തോന്നിച്ചാ പറയുന്നത്. എന്നാ ഇത് അപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടെന്ന് നടക്കണോ ഓമിച്ച? എല്ലാം പറ്റിയ പിന്നെ നമ്മൾ സമാനം പറയണ്ടേ? തങ്കമ്മച്ചേട്ടോ, എന്നാ പറ്റി? എല്ലാവർക്കും ഇന്നൊരു മര്യാദ. ആ തങ്കമ്മച്ചേട്ടോ, പുറത്താരെയും കാണാത്തപ്പോ ഞാൻ ഓർത്തു ഷാപ്പ് ഇന്ന് ഹർത്താലാന്ന്. ഓ പേടിച്ചു. വന്നേ നോക്കി. രാവിലെ വന്ന് ഒറ്റയിരുപ്പ നിന്നെ കാണാനാ വന്നിരിക്കുന്നത്. അച്ഛനെന്താ ഇവിടെ? കള്ളുഷാപ്പില്. വെച്ചു വിളമ്പി തന്നത് നോക്കിട്ടാൻ തിന്നിട്ടില്ലടാ. നീ ആ പെങ്കുച്ചുള്ള കൂട്ടിക്കൊടുത്തു. രണ്ടു ദിവസം തലചായ്ക്കാൻ കൂര കൊടുത്തതിന്റെ വാടക മുതലാക്കാനായിരിക്കും അല്ലടാ. എത്ര കിട്ടിയടാ നിനക്ക് ഈ വകയിൽ? അച്ഛോ, ഞാൻ മിണ്ടിപ്പോരുത്. നിന്റെ അപ്പൻ ചാണ്ടി നിന്നേക്കാ വലിയ കുടിയനായിരുന്നു, നിന്നേക്കാ വലിയ പോക്കരിയായിരുന്നു. പക്ഷെ ഇതുപോലെ തന്തയ്ക്ക് പ്രക്കാരി കാണിച്ചിട്ടില്ല. കാട്ടാന ഇറങ്ങി ഇവിടെ കൊലവിളി നടത്തിയപ്പോ പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ ഈ നാടിന് കാവലിരുന്നവനാ ഇവന്റെ അപ്പൻ ചാണ്ടി. ചാണ്ടിയുടെ ചൂട്ട് വലിച്ചില്ലെങ്കില്, കുടിയമ്പാട്ട് കേട്ടില്ലെങ്കില് ഈ നാട് സമാധാനമായിട്ട് ഉറങ്ങില്ലായിരുന്നു. ആ ചാണ്ടിയുടെ മോന്റെ ഈ കൂട്ടിക്കൊടുപ്പ് വേഷം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പന്റെ കഠാരയും പിടിച്ചു നടക്കുന്ന മകൻ. ഒരു കാര്യം നീ ഓർത്തു, ഇതിനൊക്കെ നിന്റെ അപ്പന്റെ ആത്മാവിന്റെ മുമ്പിൽ മറുപടി പറയരുത്. അവിടെ മാത്രമല്ല, ഒടേ തമ്പുരാന്റെ മുമ്പിലും. നിന്റെ സ്ഥലത്തിന്റെ ആധാരമാ. ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ജീവൻ പോകുന്നവരെ ആ കൂരയ്ക്കൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാ. അത്രമാത്രം ബന്ധമുണ്ട് എനിക്ക് അതിനോട്, നിന്റെ അപ്പൻ ചാണ്ടിയോടും. പണ്ടൊരു പള്ളി പണിയാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഞാൻ ഈ നാട്ടിലെ പ്രമാണിമാരുടെ എല്ലാം വാതിൽ മുട്ടി. ഒരു വാതിലും തുറന്നില്ല.
അന്ന് പട്ടിണിക്കാരൻ ചാണ്ടി ഇതെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, അച്ഛൻ പള്ളി പണിതിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തരാൻ. ഞാൻ പള്ളി പണിതറാ. ബാക്കിയുള്ളത് ഇതിലുണ്ട്. എടുത്തോണ്ട് പോ. ഇനി ഇതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എടുത്തോ.